ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളെവിടെ പോവാം? നമ്മൾ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം. നമ്മൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കീർത്തനയുടെയും ജോബിൻ്റെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. വേദസും ഞാനും മുമ്പ് തന്നെ പോകുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ. അവർ പുറകെ വരും കേട്ടോ. ഞാൻ വണ്ടി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അവർ പുറകെ വരും. പിന്നെ എൽത്തോയും ജോബിനും ഓൾറെഡി വേറെ സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ജോയിൻ അസ് ടു. സി, ഞങ്ങളുടെ പപ്പ ഈസ് കമ്മിങ്. അങ്ങനെ രാഹുൽ ഈസ് ജോയിനിങ് അസ് ഗൈസ്. പോകുന്ന വഴിക്ക് വേദസും ഞാനും ഒന്ന് സേഹസിൽ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ ഒരു കുഞ്ഞ് കേക്ക് മേടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ തൊട്ട് മുമ്പിലത്തെ സേഹസിൽ ഇറങ്ങിയിട്ട് ഒരു കുഞ്ഞ് കേക്ക് മേടിക്കാൻ വന്നപ്പോഴാണ് അവിടെ വാലൻറ്റൈൻസ് ഡേ സീസൺ ആയത് കാരണം ഒരുപാട് ഫ്ലവേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് അവർക്കൊരു റോസപ്പൂ ഗിഫ്റ്റ് കൊടുത്തോടാ, അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യാലോ. അങ്ങനെ ഞാനൊരു സ്റ്റെം റോസ് എടുത്തോട്ടോ. പിന്നെ ഞാൻ ഓടി വന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കി വേറെ ബൊക്കേസൊക്കെ കുഞ്ഞത് വല്ലതും ഉണ്ടോയെന്ന്. ഇവിടുത്തെ ബൊക്കേസൊക്കെ എല്ലാം വലിയത് മാത്രമേ ഇരിപ്പുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റെം റോസിൽ ഒതുക്കി. പിന്നെ കേക്കിൻ്റെ സെക്ഷനിൽ പോയിട്ടോ. അവിടെ കുറേ കേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കൺഫ്യൂഷൻ കുറച്ചധികം കൂടുതലായിരുന്നു കേട്ടോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3-4 തവണ നടന്നിട്ടാണ് നമുക്ക് വേണ്ടുന്ന കേക്ക് നമ്മളിന്ന് ഫൈനലൈസ് ചെയ്തത്. ഇവിടെ ഞാൻ ഒഴികെ ബാക്കി ആരും കേക്കിൻ്റെ വലിയ ഫാൻസ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ കേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവസാനം ഞാൻ തന്നെ അത് കഴിച്ച് തീർക്കേണ്ടി വരും. ഞാൻ പിന്നെ ഓരോ ദിവസം വണ്ണം വെക്കുന്നതുകൊണ്ട് ഞാനിന്ന് കുഞ്ഞ് കേക്ക് മേടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അതിലൊരു കുഞ്ഞ് കേക്കിന്ന് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് കീർത്തനേനെ പിക്ക് ചെയ്യാനാട്ടോ. കീർത്തനേനെ അത്തുനെയും നമ്മൾ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ കീർത്തനെ അത്തും പാട്ടും പാടി ഡാൻസും കളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് എത്താറായപ്പോഴത്തേക്കും ജോബൻ എൽദോനെയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് എൽദോ. ഇത് കീർത്തന, വേദൂസ്, രാഹുൽ. ജോബിന് എനിക്ക് തോന്നുന്നു വാഷ്റൂമിൽ പോയേക്കുമായിരുന്നു തോന്നുന്നു. പിന്നെ അങ്ങനെ ജോബിനൊക്കെ വന്നു. ഞങ്ങൾക്ക് ഒരു 5-6 മെനു കാർഡൊക്കെ അവർ കൊണ്ടുതന്നു. അതെല്ലാം തപ്പിപ്പിടിച്ച് ഞങ്ങൾക്ക് വേണ്ട ഓർഡറൊക്കെ കൊടുത്തിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൽ ഞങ്ങളുടെ ഒരു മെയിൻ ഹോബിയായിട്ട് വന്നിരിക്കുക കേട്ടോ. പിന്നെ കീർത്തന അവിടെ ഇരുന്ന് കുറേ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ അടുത്തൊരു സ്വകാര്യം പറയായിരുന്നു, നമുക്ക് പോയി കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നാലോ, അവർക്ക് കേക്ക് കൊടുക്കാമെന്നൊക്കെ. അങ്ങനെ പോയി കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ നമ്മൾ മേടിച്ച ഫ്ലവർ കീർത്തന കൈ കൊടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാഹുൽ പറയായിരുന്നു അത് വെച്ച് കിന്നരിച്ചുകൊണ്ടിരിക്കാണ്ട് ജോബിന് അങ്ങോട്ട് കൊടുക്കുന്നൊക്കെ. പിന്നെ അങ്ങനെ ഫ്ലവറൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ കേക്ക് കട്ട് ചെയ്യാൻ പോയിട്ടോ. അപ്പം ഇതാണ് ഞാൻ മേടിച്ച കേക്ക് കേട്ടോ. ഒരു കുഞ്ഞ് കേക്കാണ്, പക്ഷേ അതിൻ്റെ മുകളിലൊരു കുഞ്ഞ് പിങ്ക് ലവും ഒരു ഹാപ്പി ആനിവേഴ്സറി ടോപ്പറൊക്കെ വെച്ചിട്ട് സംഭവം കഴിക്കാനും നല്ലതായിരുന്നു. ഒരു ചോക്കോ റാസ്ബെറി ഫ്ലേവറായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തിയൊക്കെ അവിടെ നിന്ന് തന്നെ തന്നിട്ടോ അവർ. അങ്ങനെ ഞങ്ങൾ കേക്ക് എല്ലാം കട്ട് ചെയ്തു. അതിന് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ജോബിൻ്റെ അടുത്ത് അവരുടെ 6 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ദാമ്പത്യ ജീവിതത്തിനെ പറ്റി രണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവളുണ്ട്, അത്രേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും പത്തോ കീർത്തന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. അതല്ല ഇപ്പൊ അത്തുവോ അങ്ങനെ ഞാൻ അവിടെ ഒരു കുടുംബാലമൊക്കെ ഉണ്ടാക്കിയിട്ടോ. ചുമ്മാ ഒരു രസമല്ലേ. പിന്നെ അങ്ങനെ അവർ കേക്കെല്ലാം കട്ട് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വെച്ചെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്തു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആളാണ്. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും കെച്ചപ്പും വന്നു. തൊട്ട് പുറകെ തന്നെ നമ്മുടെ ബാക്കി ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്ക് മാംഗോ ലസ്സി വന്നിട്ടുണ്ടായിരുന്നു. മാംഗോ ലസ്സി വന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്ന് ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു കേട്ടോ. ഈ കടലത്തെ ചിക്കൻ ലോലിപോപ്പ് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അതും വന്നു. പിന്നെ അത് വന്നപ്പോഴത്തേക്കും പിന്നെ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അതിനകത്തോട്ട് പോയിട്ടോ. ഞങ്ങളെല്ലാവരും ഇതൊരു മത്സരമാക്കി എടുത്തു. കേക്കും ചിക്കൻ ലോലിപോപ്പും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരുമിച്ച്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതങ്ങോട്ട് കഴിഞ്ഞ് തീരുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഒരു കടായി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബട്ടർ നാൻ, അങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഇതൊക്കെ എപ്പോൾ തീർക്കുമെന്നായിരുന്നു. പിന്നെ പയ്യെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി കുറേശ്ശെ കൈയിട്ടൊക്കെ വാരി കഴിച്ചപ്പോഴത്തേക്കും കുറേയൊക്കെ ഞങ്ങൾ തീർത്തു. പക്ഷേ എന്നാലും അവസാനമായപ്പോഴത്തേക്കും ആർക്കും അങ്ങോട്ട് ഇറങ്ങാണ്ടായിട്ടോ.
പിന്നെ ഇത് വന്നത് പാക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാനുള്ള മടി കാരണം അവിടെ ഇരുന്നിട്ട് തന്നെ എല്ലാവരെയും നിർബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിർബന്ധിക്കുമായിരുന്നു കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ അതെല്ലാം കഴിച്ച് തീർന്നു. ഞാനതെടുത്തിരും. എന്ത് ഫുഡ് എങ്ങനെ കൊടുത്താലും ഒരു കുറ്റം പറയാത്ത എനിക്ക് പരിചയമുള്ള ഒരേ ഒരാൾ ഇവനാട്ടോ, എൽദോ. നല്ല രസമാണ് പുള്ളിക്കാരൻ. ഇപ്പം ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറും കൂടെ. നമുക്കങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ബൈ ബ്ലഡ് അല്ലെങ്കിലും ബൈ കർമ്മ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആവാറില്ലേ, അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാട്ടോ അവരൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നേരെ വീട്ടിലോട്ട് വെച്ചടിച്ചിട്ടു. വീട്ടിൽ എത്തിയ ഉടനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടാളുടെയും പേരിൻ്റെ ആദ്യത്തെ അക്ഷരമുള്ള ഒരു കപ്പും പിന്നെ ഒരു സെൻറ്റഡ് ക്യാൻഡിലും. ഗിഫ്റ്റ് കണ്ട് കീർത്തന ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നത്തെ റിയാക്ഷൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ചായ കുട്ടിച്ചു. ഇതിപ്പോ പാല് കുറെ മേടിക്കേണ്ട വരുമല്ലോ. അതെന്താ അളക്കണേ? അത് സെയിം സൈസാന്നാ കടക്കാരനോട് പറഞ്ഞത്. കപ്പിന് ഇച്ചിരി വലിപ്പം കൂടുതലായത് കാരണം ഇവരെല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ. എനിക്ക് തരാനായിട്ട് കിഡ്നി മാത്രമേ ഉള്ളൂ. യു ആർ വെൽക്കം. ഗിഫ്റ്റ് ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അവരുടെ കുഞ്ഞ് ആനിവേഴ്സറി സെലിബ്രേഷൻ എത്രയേ ഉള്ളൂ. സീ ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.